ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മർത്യജന്മത്തിൻ്റെ മഹത്വം എല്ലാ മഹാത്മാക്കളും ഒരേപോലെ പ്രകീർത്തിച്ചിരിക്കുന്നു. സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമായത് ഉത്തുംഗ ശൃംഗത്തിൽ വർത്തിക്കുന്നതും ഈ മനുഷ്യദേഹമാണ്. അതിനാൽ മർത്യദേഹം കിട്ടിയ നാം എത്രയോ ഭാഗ്യശാലികളാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മർത്യദേഹത്തെ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് നഷ്ടമായാൽ വമ്പിച്ച നഷ്ടമായിരിക്കും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. വീണ്ടും 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 നമ്മോട് മഹാത്മാക്കൾ ആഹ്വാനം ചെയ്യുന്നത് അതാണ്. സച്ചിദാനന്ദമാധുര്യം ആസ്വദിപ്പി അതിന്നു ഈ വിധം ഉദകീടുന്നൊരീ ദേഹം ഈശ്വരാനുഗ്രഹീതമാം. സച്ചിദാനന്ദമാധുര്യം ആസ്വദിപ്പതിനീ വിധം ഉദകീടുന്നൊരീ ദേഹം ഈശ്വരാനുഗ്രഹീതമാം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ എപ്പോഴും വിചിന്തനം ചെയ്യേണ്ടതാണ്. ഇത് വളരെ ലളിതമാണ്. ഇതിനൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. നാം ചിന്തിച്ചാൽ മാത്രം മതി. സച്ചിദാനന്ദമാധുര്യം, ഏറ്റവും അധികം മാധുര്യമേറിയത് പഞ്ചസാരയുടെ മധുരമല്ല. അത് നാവിന് ആ പഞ്ചസാര കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും വീണ്ടും നാം കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കുന്നതായിട്ട് അനുഭവമാകും. പിന്നെ നമുക്ക് മാധുര്യമല്ല, അതൃപ്തിയായിരിക്കും ഉണ്ടാവുന്നത്. അത് എന്നാൽ സച്ചിദാനന്ദമാധുര്യം, ഒരിക്കലും മാധുര്യം നഷ്ടപ്പെടാത്തതാണ് സച്ചിദാനന്ദ സുഖം. സത്തും ചിത്തും ചേരുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദത്തിനാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്ത് ചിത്തെന്നാൽ നമ്മുടെ മനസ്സ്, സത്തെന്നാൽ ആ പരമാത്മാവ്. ആ പരമാത്മാവിനോട് നമ്മുടെ മനസ്സ് ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ആനന്ദം. അത് മൂന്നും ചേർന്നതാണ് സച്ചിദാനന്ദം എന്ന്. അത് ഏറ്റവും വലിയ മാധുര്യമാണ്. ആ മാധുര്യം ആസ്വദിക്കുന്നതിന് ഉതകുന്ന ഉപകരണമാണ് മർത്യദേഹം. അതാണ് സച്ചിദാനന്ദമാധുര്യം ആസ്വദിപ്പതിനീ വിധം. അത് ആസ്വദിക്കുന്നതിന് പറ്റിയ വിധത്തിൽ ഉദകീടുന്നൊരീ ദേഹം. ഇത്ര മഹത്വമേറിയതാണ്. അതിന് ഉതകുന്നതാണ് ഈ മർത്യദേഹം. ഈശ്വരാനുഗ്രഹീതമാം. ഇത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. എത്രയോ വൈഭവമേറിയ ശക്തിവിശേഷത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. അത് സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, സർവശക്തിയും അവിടെയുണ്ട്. ഈ ശരീരം ദുർബലമാണ്. ഈ ശരീരത്തിൻ്റെ ശക്തി ശരീരത്തിൻ്റേതല്ല, ഇതിനകത്തിരിക്കുന്ന ഈശ്വരൻ്റെയാണ്. അത് ആ പരമശക്തിയെ അറിയാത്ത കാലം വരെ ഒരു പരിമിതമായ ശക്തി മാത്രമേ ഇതിനുള്ളൂ. എന്നാൽ ഇന്ദ്രിയദ്വാര നാം അറിയുന്ന ഈ വിഷയങ്ങളെ വിട്ട് ആത്മോന്മുഖമായി തിരിയുമ്പോൾ അപാരമായ ശക്തിയുടെ ഉടമകളായിത്തീരും നമ്മൾ. പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ നമ്മുടെ ആജ്ഞാനുവർത്തികളായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളിലേക്ക് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അഗ്നിയെ വിഴുങ്ങുന്നു, കാട്ടുതീ കത്തി ഗോപന്മാരെയും പശുക്കളെയുമെല്ലാം ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ വായും വിളർന്നു. ആ വായിലേക്ക് അഗ്നി വന്ന് കെട്ടടങ്ങി, കാട്ടിലെ തീയെല്ലാം കെട്ടടങ്ങി. അതുപോലെ 7 വയസ്സായ ഒരു ബാലൻ തൻ്റെ ചെറുവിരലിൽ ഗോവർദ്ധനം എന്ന വലിയൊരു ഗിരിയെ പൊക്കി നിർത്തി. ആ ഗോവർദ്ധനത്തെ പൊക്കി നിർത്തിയത് 7 വയസ്സായ ബാലനാണെന്നാണ് നാം പറയുന്നത്. 7 വയസ്സെന്നത് ശരീരത്തിൻ്റെയാണ്. ആ ശരീരത്തിനകത്തിരിക്കുന്ന ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നതാണ്. അതുപോലെ കൗസല്യാദേവി ശ്രീരാമനെ സ്തുതിക്കുന്നു. പ്രസവിച്ച ശേഷം കുഞ്ഞ് മഹാവിഷ്ണുവായി അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്
ഭഗവാനെ കണ്ടപ്പോൾ കൗസല്യാദേവി സ്തുതിക്കുകയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഉദരത്തിൽ ശയിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് ശിശുവായി എൻ്റെ ഉദരത്തിൽ വന്ന് പിറന്നതിന് ഞാൻ എന്ത് മഹാഭാഗ്യമാണാവോ ചെയ്തത് എന്ന്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനിലാണ് ഉള്ളത്, അതിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആ ഈശ്വരശക്തിയെ അറിഞ്ഞു കഴിയുമ്പോൾ നാമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായി മാറുന്നു. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിമകളാണ്. ലോകവിഷയങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ സർവത്തിനും നാം അടിമയായി ഭവിക്കുന്നു. നാം ദുർബലരാകുന്നു, ദുഃഖിതരാകുന്നു, പരാധീനരാകുന്നു. പരമസുഖം എന്തെന്ന് അറിയാതെ ഈ മർത്യദേഹം നാശോന്മുഖമായി തീരുന്നു. ഇത് നശിക്കുന്നതിന് മുമ്പേ ഈ പരമസത്യം നാം ബോധിച്ചാൽ നമ്മൾ അജയ്യരായി മാറുന്നു. അതിനുള്ള ശക്തിവിശേഷം ഈ മർത്യദേഹത്തിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. അതിനാൽ നാം കിട്ടുന്ന ഈ അവസരത്തെ ഇപ്പോൾ നാം ചെയ്യേണ്ടത് ഭഗവത് സ്മരണയോടുകൂടി ആ സർവീശ്വരൻ ഈ സർവചരാചരങ്ങളിലും എന്നിലും നിറഞ്ഞിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി നാം ആ ഈശ്വര ചിന്തയോടുകൂടി നാം ചെയ്യേണ്ടതായ സർവകർമ്മങ്ങളും അനുഷ്ഠിക്കുക. ദേഹം ജീർണിച്ചുകൊണ്ടിരിക്കും, അതിനെ തടയാൻ ആരാലും സാധ്യമല്ല. അത് പ്രകൃതി സ്വഭാവമാണ്, അത് നശിക്കുന്നതാണ്. ഉണ്ടായതെല്ലാം ഇല്ലാതെയാകും. അത് ഇല്ലാതെയാകാൻ ഒന്നും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ഇല്ലാത്തതായിരിക്കുന്ന ഉണ്മയായിരിക്കുന്ന ആ പരമസത്യത്തെ നാം അറിയണം. ബുദ്ധൻ ഉണ്മയെ അറിഞ്ഞു. ജനനവും മരണവും രോഗങ്ങളും എല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തപസ്സിന് പോയത്. പക്ഷേ തപസ് കഴിഞ്ഞപ്പോഴും രോഗവും മരണവും ദാരിദ്ര്യവും ലോകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യം വന്നു, രോഗവും ദാരിദ്ര്യവും മരണവുമെല്ലാം ദേഹത്തിനാണ്. ഈ ദേഹത്തിലിരിക്കുന്ന ഉണ്മയ്ക്ക് അതൊന്നുമില്ല. അതാണ് ഞാൻ എന്ന സത്യം അദ്ദേഹം ബോധിച്ചു. അപ്രകാരം ബോധിക്കാൻ പറ്റുന്നവരാണ് നാം എല്ലാവരും. പക്ഷേ എന്തോ അജ്ഞത കൊണ്ട്, വാസനയുടെ ശക്തി കൊണ്ട് നാം അതറിയാനുള്ള, പല വ്യക്തികൾ അതറിയാനുള്ള താല്പര്യം പോലും പ്രകടമാക്കുന്നില്ല. ഇപ്പോൾ അതറിയാനുള്ള ഒരു ത്വര നമുക്കുണ്ടായാൽ തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ നമുക്ക് അതിനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുകയും ആ അവസരങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിൽ അതിനു പറ്റിയ ആചാര്യന്മാരെ നമുക്ക് എത്തിച്ചു തരുകയും ആ അവസ്ഥയിലേക്ക് നാം ഉയർത്തപ്പെടുകയും ചെയ്യും. എല്ലാത്തിനും ഈശ്വരാനുഗ്രഹീതമാണ്. ഈശ്വരാനുഗ്രഹം വേണമെങ്കിൽ സത്കർമ്മങ്ങൾ വേണം, പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മത്തിലൂടെയാണ് ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. ഈശ്വരൻ മാത്രമേ നമ്മോടൊപ്പമുള്ളൂ. നമ്മെ നയിക്കുന്നതും അവിടെ നിന്നാണ്. നമുക്ക് ഉത്കൃഷ്ടമായ ജന്മം തരുന്നതും നമുക്ക് ആരോഗ്യത്തോടു കൂടിയ ശരീരം തരുന്നതും ഈ ശരീരത്തിലിരുന്ന് ആത്മാന്വേഷണത്തിനുള്ള പ്രേരണ നമുക്ക് തരുന്നതും ആ പരമാത്മാവാണെന്ന സത്യം നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് അവിടത്തെയോട് നിരന്തരം നമ്മൾ ഭഗവത് സ്മരണയോടുകൂടി ഓരോ നിമിഷവും ചെലവഴിക്കുക. നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നതാണ്.